ലൈംഗിക ചൂഷണ ആരോപണങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം കോൺഗ്രസിൽ ശക്തമാവുകയാണ്. രാജിവെച്ചേ തീരുവെന്ന VD സതീശന്റെ കടുത്ത നിലപാടിനൊപ്പമാണ് മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയും. ഇക്കാര്യം KPCC അധ്യക്ഷനെയും AICC നേതൃത്വത്തെയും രമേശ് ചെന്നിത്തല അറിയിച്ചു. ഉചിതമായ തീരുമാനം പാർട്ടി ഉടനെടുക്കുമെന്ന് K മുരളീധരൻ പറഞ്ഞു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് KR സാജു, ഡൽഹിയിൽ നിന്ന് D ധനസുമോദ്, അടൂരിൽ നിന്ന് U ഷൈജു എന്നിവർ ചേരുകയാണ്. സാജുവിലേക്ക്. സാജു, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണോ വേണ്ടയോ എന്നതിൽ ഇതുവരെയും കോൺഗ്രസിനകത്തൊരു ഏകീകരണം ഉണ്ടായിട്ടില്ലെന്നാണോ? ഇപ്പോൾ ഒരു ഏകീകരണ സ്വഭാവം വന്നു തുടങ്ങിയിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. നേരത്തെ കടുത്ത നിലപാടെടുത്തത് പ്രതിപക്ഷ നേതാവ് VD സതീശനായിരുന്നു. രാഹുൽ മാങ്കൂട്ടവുമായി നിയമസഭാ സമ്മേളനത്തിലേക്ക് പോലും പോകാൻ കഴിയില്ല എന്ന അത്രയും ശക്തമായ നിലപാടായിരുന്നു VD സതീശൻ ഉണ്ടായിരുന്നത്. അത് ഹൈക്കമാൻഡിന്റെയും സംസ്ഥാനത്തെ KPCC നേതൃത്വത്തെയും VD സതീശൻ അറിയിച്ചിരുന്നു. തിരഞ്ഞെടുപ്പുകളാണ് വരാൻ പോകുന്നത്, ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു VD സതീശന്റെ നിലപാട്. ആ നിലപാടിലേക്ക് തന്നെ മുതിർന്ന നേതാവും കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗവുമായ രമേശ് ചെന്നിത്തല കൂടി എത്തിച്ചേർന്നിരിക്കുന്നു. രമേശ് ചെന്നിത്തല മുതിർന്ന നേതാക്കളുമായി ആശയവിനിമയം നടത്തി. കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുമായി ഫോണിൽ ആശയവിനിമയം നടത്തി. അതുപോലെ KPCC അധ്യക്ഷനുമായും ഫോണിൽ ആശയവിനിമയം നടത്തിക്കൊണ്ട് ഇങ്ങനെ പോകാൻ പറ്റില്ല, രാഹുൽ മാങ്കൂട്ടത്തെ MLA സ്ഥാനം കൂടി രാജിവെപ്പിച്ചേ മതിയാകൂ എന്ന വിവരം അറിയിച്ചു. കൂടുതൽ പരാതികൾ വരാൻ സാധ്യതയുണ്ടെന്നും അത് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പാർട്ടിക്ക് പ്രതിച്ഛായയെ കാര്യമായി ബാധിക്കും എന്ന മുന്നറിയിപ്പ് കൂടി ഈ ആശയവിനിമയങ്ങൾക്കിടയിൽ രമേശ് ചെന്നിത്തല നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതോടുകൂടിയാണ് ഇപ്പോൾ VD സതീശന്റെ നീക്കത്തിന്, അദ്ദേഹത്തിന്റെ നിലപാടിനോട് കൂടുതൽ പേർ യോജിക്കുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ഇതോടുകൂടി KPCC അധ്യക്ഷനും നിലപാടെടുക്കേണ്ടി വരും. അദ്ദേഹം നേരത്തെ കേസൊന്നുമില്ലല്ലോ എന്ന ചോദ്യമാണ് ഇത് സംബന്ധിച്ച MLA സ്ഥാനം രാജിവെക്കേണ്ടേ എന്നത് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് മറുപടിയായി തിരികെ നൽകിക്കൊണ്ടിരുന്നത്. പക്ഷേ അതിൽ നിന്നും അദ്ദേഹത്തിന്റെ മനസ്സുകൂടി മാറ്റം വരുന്നു എന്ന സൂചനകളാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. അതുകൊണ്ട് ഹൈക്കമാൻഡുമായുള്ള ആശയവിനിമയം വേഗത്തിൽ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹൈക്കമാൻഡിൽ നിന്നും ഒരു നിർദ്ദേശം കിട്ടാൻ വേണ്ടി ഇപ്പോൾ KPCC നേതൃത്വം കാത്തു നിൽക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ MLA സ്ഥാനം തുലാസിലാണ് എന്ന് നമുക്ക് തീർത്തു പറയാൻ കഴിയും. ഹൈക്കമാൻഡ് ഒരു നിലപാടെടുക്കേണ്ടതിന്റെ സമയത്തിന്റെ ബാക്കി മാത്രമേ ഇപ്പോഴുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിച്ച് കോട്ട കെട്ടി നിർത്തണമെന്ന താല്പര്യം KPCC നേതൃത്വത്തിലും ഇപ്പോൾ ഇല്ല. കാരണം നേരത്തെ ഉണ്ടായിരുന്ന സമീപനമല്ല ഇന്നലത്തെ കൂടുതൽ ശബ്ദരേഖകൾ പുറത്തു വന്നതോടുകൂടി രാഹുലിന്റെ കുറ്റകൃത്യത്തിലെ പങ്ക് സംബന്ധിച്ചതിന് പൊതുസമൂഹത്തിന് കൂടുതൽ തെളിവുകളായി എന്ന വിലയിരുത്തലിലേക്ക് നേതൃത്വം എത്തിച്ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേസുണ്ടോ അല്ലെങ്കിൽ കോടതി ശിക്ഷിച്ചിട്ടില്ലല്ലോ തുടങ്ങിയ സാങ്കേതിക ന്യായങ്ങൾ പറഞ്ഞു മുന്നോട്ട് പോകരുത് എന്ന VD സതീശന്റെ നിലപാടിനൊപ്പം കൂടുതൽ നേതാക്കൾ ചേർന്ന് നിൽക്കുകയാണ്. അപ്പോഴും നടക്കുന്ന ഒരു ആലോചന, ഇനിയും നിയമസഭാ തെരഞ്ഞെടുപ്പിന് 9 മാസം സമയം ബാക്കിയുണ്ട്. 6 മാസവും നോട്ടിഫിക്കേഷനുള്ള 40 ദിവസവും കൂടി ലഭിച്ചാൽ ഇതിൽ പ്രധാനമായി എടുത്തു പറയേണ്ടത് ഒന്ന് വലിയ രീതിയിലുള്ള ഒരു ആശങ്കയുണ്ട്. ഒരു പരാതി പോലും, ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്യാതെ ഒരു രാജി ഉണ്ടായാൽ അത് തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കും എന്ന ഒരു ആശങ്ക പല നേതാക്കൾക്കുമുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ രാജിവെച്ചാൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടായാൽ ഈ വിവാദങ്ങളൊക്കെ കോൺഗ്രസിന് ഒരു തിരിച്ചടി ആയേക്കാം. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൂടി ചിലരുടെ മനസ്സിനകത്തില്ലേ? തീർച്ചയായും ദിവ്യ, അതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കൂടി അതാണ് എന്നുള്ളതാണ്. കാരണം സാധാരണഗതിയിൽ 1 വർഷത്തിൽ താഴെ മാത്രമേ നിയമസഭാ തെരഞ്ഞെടുപ്പിന് അല്ലെങ്കിൽ ആ നിയമസഭയ്ക്ക് കാലാവധി ഉള്ളൂ എങ്കിൽ ഉപതെരഞ്ഞെടുപ്പിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോകാറില്ല. അത് ആ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിവേചനാധികാരമാണ് എന്ന് ചട്ടങ്ങളിൽ തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. അതേസമയം 6 മാസവും നോട്ടിഫിക്കേഷനുള്ള 40 ദിവസവും ഉണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് നടത്താനും തെരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിയും. പാലക്കാട് നമുക്കറിയാം BJPക്ക് 2ാം സ്ഥാനത്തുള്ള മണ്ഡലമാണ്. സ്വാഭാവികമായും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ BJP സമ്മർദ്ദം ചെലുത്തിയേക്കാം. അങ്ങനെ വന്നാൽ വേഗത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടപടികളിലേക്ക് പോയാൽ അതൊരു തിരിച്ചടി ഉണ്ടാക്കും. കാരണം രാഹുൽ മാങ്കൂട്ടൻ രാജിവെക്കുന്നത് അത്ര ദയനീയമായ അവസ്ഥയിലാണ്. അത് കോൺഗ്രസിന് തിരിച്ചടിയായിരിക്കും. അങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ ആ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാവുകൂടി ചെയ്താൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയ
വിജയത്തെ കൂടി അത് ബാധിക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് അറിയാം. അതുകൊണ്ടാണ് ഇക്കാര്യത്തിൽ ചില കൂടുതൽ ആശയവിനിമയങ്ങൾ പാർട്ടിക്കുള്ളിൽ അനിവാര്യമായി വരുന്നത് എന്നാണ് നേതാക്കൾ നമ്മളോട് സൂചിപ്പിക്കുന്നത്. സാധാരണ നിലയിലാണെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 1 വർഷത്തിൽ താഴെയാണെങ്കിൽ തെരഞ്ഞെടുപ്പിലേക്ക് പോകേണ്ടതില്ല, അത് ചട്ടത്തിൽ തന്നെ പറയുന്നതുമാണ്. പക്ഷേ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിവേചനാധികാരത്തിൽ പെടുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് നേതാക്കൾക്കൊരു സംശയമുള്ളത്. അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ആവശ്യപ്പെടണമെന്ന അഭിപ്രായം ഏകോപിതമായി തന്നെ KPCC നേതൃത്വത്തിൽ ഉണ്ടാകുമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തെ പലപ്പോഴും കോട്ട കെട്ടി സംരക്ഷിച്ചിട്ടുള്ള VD സതീശൻ നേരത്തെ തന്നെ അദ്ദേഹത്തെ കൈവിട്ടു. ഈ പരാതികളുടെ വ്യാപ്തി മനസ്സിലാക്കിയപ്പോൾ തന്നെ അദ്ദേഹം ഇനി രാഹുൽ മാങ്കൂട്ടവുമായി മുന്നോട്ട് പോകാൻ തന്നെ കഴിയില്ലെന്ന നിലപാട് ഏറ്റവും ശക്തമായി തന്നെ എടുത്തിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. അത്